ഇനിയുള്ളത് ഡയറി എൻട്രി. ഡയറി എന്ന് പറയുമ്പോൾ എന്താ? ഒന്നുമില്ല, നിങ്ങളുടെ ഇന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എഴുതാം. ഓക്കെ, ഡിയർ ഡയറി. ഡിയർ ഡയറി ഇപ്പൊ പൊതുവേ ഇപ്പൊ ഡിയർ ഡയറി എന്ന് ആരും എഴുതാറില്ല, ഡിയർ ഡയറി എന്ന് എഴുതാറില്ല. ഓക്കെ, കണ്ടോ? ഇതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഓക്കെ. അപ്പൊ ഡേറ്റും ഡേറ്റ്, ഓക്കെ, ഡേയും ഡേറ്റും എഴുതുക. അത് കഴിഞ്ഞിട്ട് ഫീലിങ്സ് ആണ്, ഫീലിങ്സ്. ഓക്കെ, ഫീലിങ്സ്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഫുൾ പവർഫുൾ ആണോ? അടിപൊളിയാണോ? സെറ്റ് ആണോ? ഓക്കെ, അങ്ങനെയാണ്, അതൊക്കെ പറയാം. ഓക്കെ, അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് വേണ്ടത്? ഇൻ ദാറ്റ് മൂവ്മെന്റ് ഇതൊക്കെ ഈ വായിക്കണ്ട. ഓക്കെ, ഫസ്റ്റ് കാര്യം പറയാം, നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുമോ? നിങ്ങൾ രാവിലെ 6 മണിക്ക് എണീറ്റു, അൻസാറിന്റെ 8 മണിക്ക് ബൂസ്റ്റർ ക്ലാസ് കണ്ടു, പിന്നെ ബൂസ്റ്റ് കുടിച്ചു, പൊട്ടുകടല കഴിച്ചു, വീട്ടിൽ പോയി ബ്രഷ് ചെയ്തു, കുളിച്ചു, അതൊന്നും പറയില്ല. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന എന്തെങ്കിലും സംഭവം നടന്ന അതിനെ പറ്റി പറയാം. എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടാവും, ആ സംഭവത്തിനെ പറ്റി പറയാം. ആ പവർഫുൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മോശം എക്സ്പീരിയൻസ്, അത് ഫീലിങ്സോടെ പറയാം. ഫീലിങ്സ്. ഓക്കെ, വൈബ് വേണം. അപ്പൊ ഡേയും ഡേറ്റും എഴുതുക, കണ്ടന്റ് എഴുതുക. കണ്ടന്റിൽ ആദ്യം തന്നെ എന്താണ്? ഡേറ്റ് ഓറിയന്റേഷൻ, ഡേറ്റ് വേണം. നാച്ചുറലി ഇവിടെ ഫോർമാലിറ്റി ഒന്നും ഇല്ല അല്ലെ. നിങ്ങൾ പറയാം ടുഡേ വാസ് എ വെരി ബാഡ് ഡേ, ടുഡേ വാസ് എ വെരി പവർഫുൾ ഡേ, ഇന്ന് അടിപൊളിയായിരുന്നു, അങ്ങനെയായിരുന്നു, എക്സാം ഒക്കെ നമ്മൾ തകർത്തു, നാളെ ഹിന്ദിന്റെ ക്ലാസ് ഉണ്ട്, എക്സാം പൊളിയാണ്, അലൻസാറിന്റെ ക്ലാസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്തേക്കാന്നൊക്കെ പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ബിഗിൻ യുവർ എൻട്രി ബൈ ഡിസ്ക്രൈബ് യുവർ ഡേ. ടുഡേ വാസ് എ വെരി ഓസം ഡേ എന്ന് പറയാം. ഇൻ ദ ബോഡി ഡിസ്കസ് യുവർ ഇവന്റ്സ് ഓർ ഫീലിംഗ്സ്, അന്ന് നടന്ന സ്പെഷ്യൽ കാര്യങ്ങൾ പറയാം. കൺക്ലൂഡ് വിത്ത് ഫൈനൽ റിമാർക്ക്, നാളെ ഞാൻ എന്ത് ചെയ്യും, നാളെ അടിപൊളിയായിട്ട് ചെയ്യും. ആൻഡ് റീഡ് വേണ്ടി 2 പ്രാവശ്യം വായിക്കുക. ഇതാണ് മാർക്കിംഗ് സ്കീമിലൊക്കെ വരാൻ പോകുന്ന കാര്യം കേട്ടോ. നോക്കിയേ, ഫീലിങ്സും ഇമോഷൻസും വേണം. ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് കേട്ടോ. നിങ്ങൾ പറയരുത്, നിങ്ങളോട് ഇപ്പൊ പറയാണ് വെലാസ്കോന്റെ ഡയറി എഴുതുമ്പോൾ ഓ വെലാസ്കോ ഹാഡ് എ വെരി, അല്ലല്ല, ഞാനാണ് വെലാസ്കോ, ടുഡേ വാസ് എ വെരി ഗുഡ് ഡേ, ലൈക്ക് മൈ ഫ്രണ്ട്, അല്ല വെലാസ്കോ ആണ് നിങ്ങൾ വെലാസ്കോ ആയിട്ട് എഴുതണം. ഹൈലൈറ്റ് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഓക്കെ, യൂസ് എക്സ്പ്രഷൻ, ബ്രോക്കൺ സെന്റൻസസ്, കംപ്ലീറ്റ് അടിച്ച് ടുഡേ വാസ് വെരി നൈസ്, ഓക്കെ, ഐ വാസ് സാഡ്, അങ്ങനെ കുഞ്ഞു സെന്റൻസ് ഉപയോഗിച്ചാലും മതി. നെവർ റെക്കോർഡ് ദ റുട്ടീൻ ആക്ടിവിറ്റീസ്. രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് കുളിച്ചു, എന്താണ് ഇന്ന് ഡവിന്റെ സോപ്പാണ് ഉപയോഗിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ അതൊന്നും വേണ്ട. അപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. Velasco could not believe that he was alive. He wrote his feelings down in his diary. അപ്പൊ എന്താണ്? Today was an unforgivable day, അല്ലെ? Unforgettable day. ഓക്കെ, മറക്കാനാവാത്ത ഒരു ദിവസമാണ്. നിങ്ങൾ പറയാ കുറച്ച് കാര്യങ്ങൾ വെലാസ്കോന്റെ ഡേനെ പറ്റിയിട്ട്. എന്തായിരുന്നു? അമേസിങ്, ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ജീവിക്കുന്നു അല്ലേ. എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു. ഐ എം സോ ഹാപ്പി, ഐ എം വെരി താങ്ക്ഫുൾ ഫോർ മൈ ലൈഫ്, ഐ വാസ് സേവ്ഡ്, ഐ വിൽ എന്താണ് നാളെ മുതൽ ഞാൻ ഫുൾ ലൈഫ് അടിപൊളിയായിട്ട് ജീവിക്കും, ഞാൻ എന്താണ് നാളെ മുതൽ ചാടാൻ പോകും, മറ്റേ ചെയ്യാമോ, ജിമ്മിൽ പോകും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. സിമ്പിൾ. ഓക്കെ.